നമസ്കാരം. ജ്യോതിഷപരമായി വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ചില കാര്യങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. വ്യാഴം മൗഢ്യത്തിൽ നിന്നും ജൂലൈ 9 മാറുന്നതാണ്. ജൂലൈ 10 മുതൽ വ്യാഴം പൂർണ്ണ ബലവാനായി മാറുന്നതിലൂടെ ലഭിക്കുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇപ്പോൾ മിഥുനം രാശിയിൽ തന്നെയാണ് വ്യാഴം. പൊതുഫലപ്രകാരം മാത്രമാണ് ഈ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുള്ളത്. 70% മാത്രമേ ഒരു വ്യക്തിക്ക് അത് പ്രാവർത്തികമാക്കൂ എന്നുള്ളതാണ്. അതിലും ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. കാരണം ഒരു ജാതകപ്രകാരം സമയം അനുകൂലമല്ല എങ്കിൽ ഈ ഫലങ്ങൾ അവർക്ക് അനുഭവവേദ്യമാകുന്നതുമല്ല. ഏവരും ഒരു നിമിഷം സമ്പത്തിന്റെ അധിപയായ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓ മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, രോഹിണി, മകീരം എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു സമയമാണ് കടന്ന് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പല വിധത്തിലും വിഷമങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ തന്നെയാണ് ഇവർ. അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കുന്നതായ സമയം. എന്താണ് പ്രധാനമായും സംഭവിക്കുന്നത് എന്നറിയാം. അപ്രതീക്ഷിതമായ ഒരു മാറ്റമാണ് നിങ്ങൾക്ക് സംഭവിക്കുക. അതായത് പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഗുണകരമായ ഒരു മാറ്റം നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. തീരെ പ്രതീക്ഷിക്കാത്തതായ പോസിറ്റീവായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായ ധനവരവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്. അപ്രതീക്ഷിതമായി ചില വ്യക്തികളിൽ നിന്നും സഹായമാകാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട ധനവരവാകാം, അല്ലെങ്കിൽ സാമ്പത്തികപരമായ ഒരു ഉയർച്ച നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നതുമാകാം. ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള തക്കം തന്നെയാണ് കടന്നു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ആഗ്രഹിച്ചതായ ഒരു സമയം നിങ്ങളിലേക്ക് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നൽകിയിരിക്കുന്നതായ സമയം അത്തരത്തിൽ വ്യാഖ്യാനിക്കാം. സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നത് വാസ്തവമായ കാര്യം തന്നെയാക്കുന്നു. ജോലിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഉയർച്ച നൽകുന്ന കാര്യങ്ങളാകാം. ധാരാളമായി ധനവരവ്, അപ്രതീക്ഷിതമായ ധനവരവ് കടന്നു വരുന്ന സാഹചര്യമാകാം. സാമ്പത്തികപരമായ അഭിവൃദ്ധി, സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ഉയർച്ച ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന ഒരു സമയം തന്നെയാക്കുന്നു. പ്രതീക്ഷിക്കാതെയുള്ള ഉയർച്ച തന്നെയാണ് വന്നു ചേരുക. കുടുംബത്തിൽ സന്തോഷം, സമാധാനം വന്ന് ചേരുന്നതായ ഒരു സമയം. സുഖം, നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾ ഒഴിഞ്ഞ് സുഖകരമായ കാര്യങ്ങൾ കടന്ന് വരാവുന്നതായ സാഹചര്യമുണ്ട്. പ്രശ്നങ്ങൾ സംഭവിക്കാം, എന്നാൽ അത് നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ വഷളാകാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മിടുക്കായി പരാമർശിക്കുവാൻ സാധിക്കുക. കുടുംബത്തിൽ അതിനാൽ സന്തോഷം വിളയാടുന്ന ദിവസങ്ങളാകുന്നു. മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കാം, അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾക്കുള്ള സൂചനകൾ ലഭിക്കാം. അത് വിവാഹവുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതായ ഭൂമി, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുന്നതുമായി ബന്ധപ്പെട്ടുമാകാം. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം, സമാധാനം, സുഖകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന ഒരു ദിവസമായി തന്നെ പരാമർശിക്കാം. ഇത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനിവാര്യമായി തീരും. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. പണം കൈകളിലേക്ക് വന്നു ചേരും എങ്കിലും ആ പണം നിലനിർത്തുവാനായി നിങ്ങൾക്ക് അല്പം പ്രയാസപ്പെടേണ്ടതായി വരാം. കാരണം അനാവശ്യമായ ചില ചെലവുകൾ വന്നു ചേരും. എന്നാൽ ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ
നിങ്ങൾ വിചാരിക്കുകയാണ് എങ്കിൽ ഈ കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനാൽ ധനവിനിയോഗം നിങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങൾ അനുഭവിക്കുന്നതായ ചില പ്രയാസങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കുമുള്ള പരിഹാരങ്ങൾ, പോംവഴികൾ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ശുഭകാര്യങ്ങൾക്കായി പണം ചെലവഴിക്കാനുള്ള അവസരം നിങ്ങൾക്ക് വന്നു ചേരും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്ന് ചേരുന്ന ഒരു ദിവസമായി തന്നെ അല്ലെങ്കിൽ ദിവസങ്ങളായി തന്നെ പരാമർശിക്കാം. സമ്പാദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. ആഗ്രഹങ്ങൾ നിറവേറുവാനുള്ള സമയം നിങ്ങളെ തേടിയെത്താം. അതായത് ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈശ്വര കടാക്ഷം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് തന്നെ പരാമർശിക്കാം. കുടുംബ ബന്ധങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നതായ ആ പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ നിങ്ങൾ പറയുന്നതായ കാര്യങ്ങൾ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളും അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. പലപ്പോഴും ദൗർഭാഗ്യമാണ് നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്നത് എന്നതാണ് വാസ്തവം. അതിൽ ഒരു മാറ്റം വന്നു ചേരും. ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുകയും ഭാഗ്യം തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു സമയം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണ് എങ്കിൽ ആരോഗ്യപരമായ അത്തരം പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യാനും അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്നും അകലുകയും ശരീരത്തിന് ആരോഗ്യം വീണ്ടും ലഭിക്കുന്നതായ സമയം, ആരോഗ്യപുഷ്ടി വന്നു ചേരാവുന്ന ഒരു സമയമായി തന്നെ പരാമർശിക്കാം. ഒരുപാട് കാലങ്ങളായി മനസ്സിൽ ആഗ്രഹിച്ചതായ പല കാര്യങ്ങൾക്കും അത്തരം കാര്യങ്ങൾക്ക് അനുകൂലമായ ഒരു സമയം, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ആ ഫലം നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ഒരു സമയമായി തന്നെ പരാമർശിക്കാം. തീരെ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. അതായത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി വന്നു ചേരാം. അത് നിങ്ങൾക്ക് സന്തോഷം പകരുകയും നിങ്ങൾ അനുഭവിക്കുന്ന ആ പ്രശ്നങ്ങൾക്ക് അതൊരു പരിഹാരമായി തീരുകയും ചെയ്യാം. സ്വപ്നം കണ്ട പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം യാഥാർത്ഥ്യമാകുന്ന ഒരു സമയം. മനസ്സിന് സമാധാനം, സന്തോഷം എന്നിവ വന്ന് ചേരാവുന്ന ഒരു സമയമായി തന്നെ പരാമർശിക്കാം. അവസരങ്ങൾ നന്നായി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾക്ക് അതിന് സാധിക്കും എന്നുള്ളതാകുന്നു. നിങ്ങളുടെ ജാതകം കൂടി ഈ സമയം പരിശോധിക്കുന്നത് ഉത്തമമാണ്. കാരണം ഇത്രയും അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാവുന്ന ഒരു സമയമാണ്. എന്നാൽ ജാതകപ്രകാരം സമയം അനുകൂലമല്ല എങ്കിൽ ഈ കാര്യങ്ങൾ അനുഭവവേദ്യമാകുന്നതല്ല. അതിനാൽ ദോഷകരമായ കാര്യങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ശുഭം. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം, തിരുവാതിര, പുണർദം എന്നീ നാളുകാർ. അനുകൂലമായ സമയം. ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേർന്നില്ല എങ്കിലും വലിയ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാതെ പോകുവാൻ സാധിക്കുന്ന ദിവസങ്ങളായി മാറും. കർമ്മസംബന്ധമായി പല വിധത്തിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം തന്നെയാണ്. കർമ്മസംബന്ധമായി ഉണ്ടായിരിക്കുന്നതായ ചില പ്രതിസന്ധികളോ ഉത്തരം ലഭിക്കാത്തതായ സാഹചര്യങ്ങൾ, മനോദുഃഖങ്ങൾ ഒഴിഞ്ഞു പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതൊരു പുതിയ ജോലി ലഭിക്കുന്നതിലൂടെയാകാം, ജോലി മാറുന്ന സാഹചര്യത്തിലൂടെയാകാം, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതിലൂടെയുമാകാം. ഇപ്പോഴത്തെ കർമ്മ മേഖലകളിലെ പ്രയാസങ്ങൾ, ആ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുന്ന ഒരു സാഹചര്യം വന്നു ചേരും. ഉയർച്ച പ്രകടമാകുന്നതായ അവസരങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കടന്നു വരും എന്നുള്ളതാണ്. സ്വന്തമായി തൊഴിൽ ചെയ്തിരുന്ന വ്യക്തികളാണ് എങ്കിൽ ആ തടസ്സങ്ങൾ നിങ്ങളിൽ നിന്നും അകലുകയും ഉയർച്ച നിങ്ങൾക്ക് പ്രകടമായി തീരുന്ന സാഹചര്യമാണ് വന്നു ചേരുക. ബിസിനസ് നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ ബിസിനസ് പതുക്കെ പുഷ്ടിപ്പെടുന്നതായ ഒരു സാഹചര്യം വന്നു ചേരും. സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങളിലേക്ക് കടന്നു വരും. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യം.
വിദേശ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. അത്തരത്തിലൊരു ഭാഗ്യം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതായ സമയം. വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയം വന്നു ചേരാം. പല കാര്യങ്ങളിലും അത് ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ ഉള്ള വിഷമതകൾ മാറി മിഥുനം രാശിക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരാം. അകന്ന് നിന്നിരുന്നതായ വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ അടുക്കുവാനുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. അത് കൃത്യമായി തന്നെ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കുവാനും അത് രമ്യതയിൽ എത്തി മുന്നോട്ട് പോകുവാൻ, പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യമുണ്ട്. കോടതി വ്യവഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസം തന്നെ അല്ലെങ്കിൽ ദിവസം തന്നെയാണ് മുൻപിലുള്ളത്. അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. അനുയോജ്യമായ വിവാഹം അല്ലെങ്കിൽ അനുയോജ്യമായ ഒരു ബന്ധം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാണ്. അതിനാൽ അത് വിവാഹത്തിലേക്ക് കലാശിക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായ ഒരു സമയമാകുന്നു. ആഗ്രഹങ്ങൾ പലതും മനസ്സിലുണ്ട്. എന്നാൽ പലപ്പോഴും ആഗ്രഹങ്ങൾ നടക്കാത്തതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റമാണ് കടന്നു വരിക. കാരണം ആഗ്രഹങ്ങൾ നടക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത്രമേൽ പരിശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതായ സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരും. പരിശ്രമങ്ങൾ, ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ നിങ്ങൾക്ക് അനിവാര്യമാണ്. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കുകയാണ് എങ്കിൽ വിജയങ്ങൾ സുനിശ്ചിതമാണ് എന്നുള്ളതാക്കുന്നു. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ പ്രകടമാകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായി എന്ന് വരാം. ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ പല വിധത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നതായ സാഹചര്യം, വിവാഹം, അനുയോജ്യമായ ബന്ധം, ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. കുടുംബജീവിതത്തിലും പല മാറ്റങ്ങൾ, പ്രകടമായ മാറ്റങ്ങൾ വന്നു ചേരാം. പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. അതായത് കുടുംബജീവിതത്തിലാണ് എങ്കിലും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും വന്നു ചേരുന്നതായ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പരിശ്രമങ്ങൾ പല കാര്യങ്ങളിലും നടത്തേണ്ടതായി വരാം. എന്നാൽ ആ പരിശ്രമങ്ങൾ വിജയം കാണും എന്നുള്ളതാണ്. പരിശ്രമങ്ങളിൽ വിജയങ്ങൾ, നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ രാശിക്കാർക്ക് കാര്യങ്ങൾ അനുകൂലം തന്നെയാണ്. അവസരങ്ങൾ കൃത്യമായി തന്നെ പ്രയോജനപ്പെടുത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ ഒരു സമയം. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര, ചോതി, വിശാഖം എന്നീ നാളുകാർ. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ ബലവാനാകുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ് എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായ ഉയർച്ചകൾ, ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയം. നന്മകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ തുണയ്ക്കുന്നതായ സമയമാണ്. അതായത് ജീവിതത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളതായ പല സൽക്കർമ്മങ്ങൾക്കും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൂടുതലായും കടന്നു വരുന്ന ഒരു സമയമായി തന്നെ പരാമർശിക്കാം. മനസ്സിന് എപ്പോഴും അനിവാര്യമായ ആ സമാധാനം, മനസ്സിന് സ്വസ്ഥത ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല പ്രശ്നങ്ങളും മനസ്സിൽ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അതിൽ നിന്നും ഒരല്പം ആശ്വാസം ലഭിക്കുകയും പല അവസരങ്ങളിലും അത്തരം പ്രശ്നങ്ങൾ മറന്നു പോകുന്നതായ സാഹചര്യം. കാരണം പല സന്തോഷകരമായ നിമിഷങ്ങളും വന്നു ചേരുമ്പോൾ ദുഃഖങ്ങൾ മറന്നു പോകുന്ന സാഹചര്യം വന്നു ചേരാം. സുഖകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ സാഹചര്യം. പല കാര്യങ്ങളിലും നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതായ ആത്മവിശ്വാസം നിങ്ങളിലേക്ക് 10 മടങ്ങായി വന്ന് ചേരുന്നതായ ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. പലപ്പോഴും ടെൻഷൻ അനുഭവിക്കുന്നതായ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഓർത്തോർത്ത് ടെൻഷൻ അടിക്കുന്നതായ സാഹചര്യം. എന്നാൽ അത്തരം ചിന്തകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതായിരിക്കില്ല. എന്നിരുന്നാലും ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നതായ സാഹചര്യം.
എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, നിങ്ങളുടെ മനസ്സ് തെളിയുന്നതായ ഒരു സമയമാണ്. നിങ്ങളുടെ മനസ്സിൽ കൊണ്ട് നടക്കാൻ സാധിക്കുന്ന കാര്യങ്ങളും ഒഴിവാക്കേണ്ടതായ കാര്യങ്ങളിലും തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നു ചേരാം. അതിനാൽ പല കാര്യങ്ങളും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ ഒരു അടിത്തറ വന്നു ചേരുന്നതായ സമയം, അതായത് അടിത്തറ ശക്തമാക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ വന്നു ചേരാം. കടബാധ്യതകൾ ഉണ്ട് എന്നത് വാസ്തവമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും കടം വാങ്ങി മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അതിൽ നിന്നും ഒരു പരിധിവരെയെങ്കിലും പുറകോട്ട് മാറി നിൽക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കടന്നു വരാവുന്ന ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്. ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ, ലഭിക്കേണ്ടതായ ധനം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് എങ്കിലും ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന ഒരു സമയം തന്നെയാക്കുന്നു. പലപ്പോഴും പല കാര്യങ്ങൾക്കും, അതായത് ചെയ്യാത്തതായ തെറ്റിന് പഴി കേട്ടിരിക്കുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇപ്രകാരം പഴി കേൾക്കുന്നത് എന്ന് നിങ്ങൾക്ക് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത പല സാഹചര്യങ്ങളുമുണ്ട്. അതിൽ നിന്നും ഒരല്പം മാറ്റം വന്നു ചേരുകയും ജീവിതത്തിൽ മനസമാധാനം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായ ഒരു അവസ്ഥയാണ് നിങ്ങൾക്കുണ്ടാവുക. സന്തോഷം ലഭിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ധനവരവ് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മറികടക്കുവാൻ സാധിക്കുന്നതായ ഒരു സമയം. മനസ്സിനും ശരീരത്തിനും ഉന്മേഷം ലഭിക്കാവുന്ന ഒരു സമയം കൂടിയാണ് എന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിനും ശരീരത്തിനും ആവശ്യമായ കാര്യങ്ങൾ, അതായത് ഊർജം നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്രതീക്ഷിതമായ ഭാഗ്യം, പ്രതീക്ഷിക്കാതെ തന്നെ ഭാഗ്യം കടന്നു വരുന്നതായ സാഹചര്യം, അത് ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യത്തിലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്നുകൂടി ഓർക്കുക. ആഗ്രഹിച്ച കാര്യങ്ങളിൽ പലതും അനുകൂലമായ ഫലങ്ങൾ നേടിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ആഗ്രഹിച്ചതായ വിവാഹം പോലും നടക്കുന്നതായ സാഹചര്യം സംഭവിക്കാവുന്നതാണ്. അത് പ്രണയമാകാം. പ്രണയം വിവാഹത്തിലേക്ക് കലാശിക്കുന്നതായ സാഹചര്യമാകാം. ദാമ്പത്യപരമായ കാര്യങ്ങളിൽ അല്പം തർക്കങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നേരിടുന്നവരാണ് എങ്കിൽ അത്തരം പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ഒരു പരിധിവരെ തരണം ചെയ്യാനും ദാമ്പത്യ വിഷമങ്ങളെ ഒഴിവാക്കുവാനും സാധിക്കും. ഭൂമി, ഗൃഹം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. എന്നാൽ ജാതകവശാലുള്ള ബുദ്ധിമുട്ടുകൾ മാറി മുന്നോട്ട് പോകുന്നതിലൂടെയാണ് ഈ പൂർണ്ണമായ ഉയർച്ച, അനുകൂല ഫലങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കൂ. കാരണം ജാതകപ്രകാരം സമയം അനുകൂലമല്ല എങ്കിൽ ഫലങ്ങൾ അനുഭവവേദ്യമാകണം എന്നില്ല. അതിനാൽ തന്നെ നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭം. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നാളുകാർ. ഇവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ സർവശ്രേഷ്ഠമായ ഒരു സ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. ഉത്തമമായ ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ പ്രകടമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിങ്ങൾക്കുള്ളത് എന്ന് കാണുവാനായി സാധിക്കുന്നു. പല വിധത്തിലും നെഗറ്റീവായ ഊർജങ്ങൾ ജീവിതത്തിൽ ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ സാധിക്കുന്നതായ ഒരു സമയം. നിങ്ങൾ അനുഭവിക്കുന്നതായ നെഗറ്റീവായ ഊർജത്തെ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ ഒരു സമയം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് എത്ര വലിയ സാമ്പത്തിക പ്രയാസങ്ങളും നിങ്ങൾക്കുണ്ട് എങ്കിലും അതെല്ലാം വിട്ടുമാറുന്ന ഒരു സമയം. അതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ ഒരു സമയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. ധനവരവ് നിങ്ങൾക്ക് അനുകൂലമായി തീരാം. വഴി തെളിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതായത് മുൻപിൽ അടയ്ക്കപ്പെട്ടതായ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപിൽ തുറക്കാത്തതായ ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതായ സാഹചര്യം. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. ആരോഗ്യപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എങ്കിൽ അതിൽ നിന്നും പൂർണ്ണമായ മോചനം നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു സാഹചര്യം കടന്നു വരുന്നു എന്നുള്ളതാണ്. ശരീരത്തിന് പൂർണ്ണമായും ആരോഗ്യം ലഭിക്കുന്നതായ ഒരു സമയമാണ് വന്നു ചേരുക.
ആരോഗ്യ കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. തടസ്സങ്ങൾ പല കാര്യങ്ങളിലുമുണ്ട്. ആ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്ന് പോകുന്നതായ സാഹചര്യം വന്നു ചേരും എന്നുള്ളതാണ്. ശത്രുത പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലുണ്ട്, അല്ലെങ്കിൽ ചുറ്റിലും ശത്രുക്കളുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ ഈ ശത്രുക്കളുടെ നീക്കങ്ങൾ ശരിയായ രീതിയിൽ പ്രതിരോധിക്കുവാൻ സാധിക്കും. അവർക്ക് നിങ്ങളുടെ മേൽ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. സമാധാനത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. അതിനാൽ തന്നെ പല പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ മാറ്റങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരാം. നിങ്ങൾക്കെതിരെയുള്ള അപവാദങ്ങൾ, അത്തരം എതിർപ്പുകൾ ഒഴിവാക്കുവാൻ സാധിക്കും. ശത്രുത പോലും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് കുതിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. നല്ല നിലയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യം, അതായത് എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസമായി നിലനിന്നിരുന്നത്, ആ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, നന്മകൾ ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായ ഒരു സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിർഭാഗ്യം നിങ്ങളിൽ നിന്നും ഒരു പരിധി വരെ വിട്ടൊഴിയുന്നതായ സമയമാണ്. ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ വർദ്ധിക്കും. ഓരോ വ്യക്തികൾക്കും വിഭിന്നമായ ഭാഗ്യാനുഭവങ്ങൾ തന്നെയാണ് വന്നു ചേരുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ, ചെയ്യുന്നതായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഭാഗ്യാനുഭവം, ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യം വന്നു ചേരും. വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്പമൊരു അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കാരണം തർക്കങ്ങളുടെ എങ്കിൽ അത് പരിഹരിക്കുക, വീട് തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തടസ്സങ്ങൾ ഒരു പരിധി വരെ ഒഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. സ്വന്തമായ ഭൂമി വാങ്ങുവാൻ സാധിച്ചു എന്ന് വരാം. ഭവനം പുതുക്കി പണിയുവാനുള്ള അവസരങ്ങൾ കടന്നു വരും. മംഗളകരമായി തന്നെ വിവാഹം നടക്കുന്നതായ ഒരു സാഹചര്യം തന്നെ വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിവാഹമാകുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. പ്രണയ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ജാതകം കൂടി പരിശോധിക്കുന്നത് ഉത്തമമാണ്. കാരണം ഈ സമയം നിങ്ങൾക്ക് ഫലങ്ങൾ അനുകൂലമായി ലഭിക്കണം എങ്കിൽ ജാതകപ്രകാരം സമയം അനുകൂലം തന്നെയായിരിക്കണം. ജാതകപ്രകാരം സമയം അനുകൂലമല്ല എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതായ ഫലസിദ്ധി ലഭിക്കണം എന്നില്ല. ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്ന രാശിക്കാർക്ക്, നക്ഷത്രക്കാർക്ക് പൊതുഫലപ്രകാരം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സമയം തന്നെയാകുന്നു. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം എന്നീ നാളുകാർ. ഏറ്റവും അനുകൂലമായ ഒരു സമയം. കർമ്മസംബന്ധമായ തടസ്സങ്ങളാണ് എങ്കിലും, പ്രയാസങ്ങളാണ് എങ്കിലും വിട്ടുമാറുന്നതായ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. തൊഴിൽപരമായ നേട്ടങ്ങൾ പോലും സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു എന്ന് വരാം. ഉയർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ കടന്നു വരാം. നിങ്ങൾ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് തൊഴിൽപരവുമായി ബന്ധപ്പെട്ടുമാകാം, അത് ഒരു സ്ഥലം മാറ്റമാകാം. നിങ്ങൾ ആഗ്രഹിച്ചതായ ഒരു സ്ഥലം മാറ്റം, അല്ലെങ്കിൽ ആഗ്രഹിച്ചതായ ഒരു പദവി ലഭിക്കുക, തൊഴിലുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു സമയം തന്നെയാകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സമയമാണ്. വിദേശത്ത് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. വിദേശത്ത് തൊഴിൽ ലഭിക്കുന്നതിനോടൊപ്പം കർമ്മസംബന്ധമായ തടസ്സങ്ങൾ കൂടി വിട്ടുമാറുന്നു എന്നുള്ളതാണ്. അത് ഏതൊരു വ്യക്തിക്കാണ് എങ്കിലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. മറ്റൊരു രാജ്യത്തിലേക്ക് തൊഴിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അത്തരം പരിശ്രമങ്ങൾ വിഫലമാകില്ല എന്നുള്ളതാണ്. ശ്രമിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കർമ്മത്തിലൂടെ ധാരാളം പണം കടന്നു വരുന്നതായ ഒരു സാഹചര്യം, അതായത് നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട്
പണം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. കൂടാതെ ഇന്നേ ദിവസം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ആരംഭിക്കുന്ന ദിവസം കൂടിയാകുന്നു. ബുദ്ധിക്ക് തെളിച്ചം സംഭവിക്കുന്നതായ സമയം, നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നതായ സമയം. മറ്റുള്ളവർ നിങ്ങളെ പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞ് തെറ്റിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് എടുക്കുന്ന തീരുമാനങ്ങൾ അനുകൂലമായി തീരും എന്നുള്ളതാണ്. അടിത്തറ ജീവിതത്തിൽ ലഭിക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയമായി തന്നെ മാറും എന്നുള്ളതാണ്. അതിന് നിങ്ങളെ സഹായിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും പൂർണ്ണമായ പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നതായ സമയം. വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പലതും വിട്ടുമാറി നല്ല അന്തരീക്ഷം, സമാധാനം, സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ ഒരു സമയം. ഏതൊരു പ്രശ്നമാണ് എങ്കിലും ആ പ്രശ്നം മൂർച്ഛിക്കാതിരിക്കുവാനും ശരിയായ സമയത്ത് ഇടപെടലുകൾ നടത്തി ആ പ്രശ്നത്തെ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അത് വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെ ആകണം എന്നില്ല. തൊഴിൽപരമാകാം, ബിസിനസ് പരമാകാം, സുഹൃത്തുക്കൾ തമ്മിലുള്ള തർക്കമാകാം, സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കമാകാം. ഏതൊരു തർക്കത്തിലും നിങ്ങൾക്ക് ശരിയായ നിലപാട് സ്വീകരിക്കാൻ സാധിക്കും. രമ്യതയിൽ മുന്നോട്ട് പോകാം എന്ന തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായ ഒരു സാഹചര്യം വന്നു ചേരും. മംഗല്യഭാഗ്യം ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരാം. അത്യുത്തമമായ ജീവിത പങ്കാളിയെ അല്ലെങ്കിൽ ശരിയായ ബന്ധം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ഒരു ബന്ധം തന്നെ ലഭിക്കും എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. മാനസികപരവും ശാരീരികവുമായി പ്രയാസങ്ങൾ അകന്ന് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. മാനസിക സൗഖ്യം വന്നു ചേരുന്ന ഒരു സമയമാണ്. കാരണം ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായ ടെൻഷനുകളിൽ നിന്നും പല ടെൻഷനുകളിൽ നിന്നും പുറത്തു കടക്കുവാൻ സാധിക്കുന്ന ഒരു സമയം. എന്നാൽ അമ്മയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട അംഗത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അകലുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാകുന്നു. അവസരങ്ങൾ കൃത്യമായി മുതലെടുക്കുക എന്നതാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടതായ കാര്യം. കാരണം നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴികളാണ് ലഭിക്കുക. അത് കൃത്യമായി തന്നെ നിങ്ങൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. അറിവുകൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കും. പല കാര്യങ്ങളിലും മിഥ്യാധാരണകൾ ജീവിതത്തിൽ നിന്നും ഒഴിയും. അവസരങ്ങൾ പല കാര്യങ്ങളിലും ജീവിതത്തിലേക്ക് വന്നെത്തുന്നതായ ഒരു സമയം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു.